صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور يسعى ليعمر دنياه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ ജുസ് തബാറക്കയെക്കുറിച്ചുള്ള വിവരണമാണ് വളരെ ലഘുവായി വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജുസിന് ചില പ്രത്യേകതകളുണ്ട്. മുസ്ഹഫ് ക്രമത്തിൽ 67ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്ക് മുതൽ 77ാം അധ്യായമായിട്ടുള്ള അൽ മുർസലാത്ത് വരെയാണ് ഈ ജുസ് ഉൾക്കൊള്ളുന്നത്. 11 സൂറകളാണ് ഇതിലുള്ളത്. പാരായണത്തിനും മനപ്പാടത്തിനും എളുപ്പമായതും ദൈർഘ്യം കുറഞ്ഞതും എന്നാൽ ധാരാളം പൊരുളുകൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ ജുസ്. ഈ ജുസിൽ 11 സൂറത്തുകളാണെന്ന് പറഞ്ഞു. ഈ 11 സൂറത്തുകളിൽ സൂറത്തു ദഹ്ർ ഒഴികെ ബാക്കി എല്ലാ സൂറത്തുകളും മക്കിയായ സൂറത്തുകളാണ്. എന്നാൽ സൂറത്തു ദഹ്ർ മക്കിയാണെന്ന അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഈ സൂറത്തിലെ ഈ ജുസിലെ 3 സൂറത്തുകൾ, ഉദാഹരണത്തിന് സൂറത്തു തബാറക്ക, അതിന് അൽ മുൽക്ക് എന്ന് പേരുണ്ട്. അതുപോലെ തന്നെ ഈ ജുസിലെ സൂറത്തുൽ ഖലമിന് നൂൻ എന്നും പേരുണ്ട്. അതുപോലെ സൂറത്തു ദഹ്റിന് അൽ ഇൻസാൻ എന്നും പേരുണ്ട്. ഈ ജുസിലെ ആദ്യ സൂറത്തായിട്ടുള്ള സൂറത്തുൽ മുൽക്ക് ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ നേരത്ത് ഓതുമായിരുന്നു. അതുപോലെ തന്നെ ഈ ജുസിലെ അൽ ഇൻസാൻ എന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഫജ്ർ നമസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ അഥവാ വെള്ളിയാഴ്ച ദിവസത്തെ ഫജ്റിൽ ഓതുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ ജുസിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ അവതരിക്കപ്പെട്ടതാണ്. പുതച്ചു മൂടിയവനെ എന്ന് സംബോധനം ചെയ്തുകൊണ്ട് ഈ ജുസിൽ 2 പ്രാവശ്യം വ്യത്യസ്ത പദങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഈ 2 വാചകങ്ങളും ആയത്തുകളും ഈ സൂറത്തുകളിലെ 1ാമത്തെ ആയത്തുകളിലാണ്. ഈ സൂറത്തിൽ തൗഹീദ്, ശിർക്ക്, പ്രവാചകന്മാരുടെ പ്രബോധനം, അതുപോലെ തന്നെ പരലോകം, വിചാരണ, സ്വർഗം, നരകശിക്ഷകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്നിവയെക്കുറിച്ചും തസ്കിയത്തിനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ബറക്കത്തിൻ്റെയും പരമാധികാരി അള്ളാഹുവാണ്. അള്ളാഹുവോട് മാത്രമേ സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവോട് മാത്രമാണ് എല്ലാ തരത്തിലുള്ള അനുഗ്രഹ ഐശ്വര്യങ്ങൾ ചോദിക്കുകയും തേടുകയും ചെയ്യേണ്ടതെന്ന് ഈ ജുസ് പഠിപ്പിക്കുന്നു. ആകാശ അലങ്കാരം, അള്ളാഹുവെ രഹസ്യമായും പരസ്യമായും ഭയപ്പെടേണ്ടതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രതിഫലം, തവക്കുലിൻ്റെ പ്രാധാന്യം എന്നിവ ഈ ജുസ് പഠിപ്പിക്കുന്നു. പാനജലമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും ഈ ജുസ് ആഹ്വാനം ചെയ്യുന്നു. സൂറത്തുൽ മുൽക്കിലെ 5 വരെ ആയത്തുകൾ
അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിലെ തന്നെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ഇക്കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠ വ്യക്തിത്വത്തെയും അവിടുത്തെ ഉത്കൃഷ്ട സ്വഭാവത്തെയും കൃത്യമായി വിവരിക്കുന്നു. മാനസികാരോഗ്യം അള്ളാഹുവിൻ്റെ സവിശേഷ അനുഗ്രഹമാണെന്ന പാഠവും പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഖലം 2 മുതൽ 4 വരെയുള്ള ആയത്തുകൾ ഇതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളിലുള്ള ചില മ്ലേച്ഛ സ്വഭാവങ്ങളും ദുർഗുണങ്ങളും അതിനുള്ള കാരണങ്ങളും വ്യക്തമാക്കുകയും അത്തരക്കാരെ അനുസരിക്കരുതെന്ന താക്കീതും ഈ ജുസ് നൽകുന്നു. സൂറത്തുൽ ഖലമിലെ 10 മുതൽ 15 വരെയുള്ള ആയത്തുകൾ ഇതാണ് പഠിപ്പിക്കുന്നത്. അഗതികളുടെ അവകാശ ധ്വംസനത്തിന് ഗൂഢാലോചന നടത്തിയവർക്ക് ലഭിച്ച ഭൗതിക ശിക്ഷയുടെ പാഠം ഈ ജുസ്ഇൽ വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ഖലമിലെ 17 മുതൽ 33 വരെയുള്ള ആയത്തുകൾ ഇതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന് സുജൂദ് അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതർപ്പിക്കാതെ ജീവിക്കുന്നവർക്ക് പരലോകത്തുണ്ടാകുന്ന പ്രയാസവും ഈ ജുസ്ഇൽ വ്യക്തമാക്കുന്നു. സൂറത്തുൽ ഖലമിലെ 42, 43 ആയത്തുകൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ അവിടുത്തെ ശത്രുക്കൾ പ്രചരിപ്പിച്ചിരുന്ന ആക്ഷേപങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിശുദ്ധ ഖുർആന്റെ ദൈവികതയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും മഹത്വവും സ്ഥാനവും സുദൃഢമാക്കി ഈ ജുസ്ഇൽ പ്രഖ്യാപിക്കുന്നു. സൂറത്തുൽ ഹാഖ 30 മുതൽ 43 വരെയുള്ള ആയത്തുകൾ ഇതാണ് നമ്മെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. നമസ്കാരക്കാരിലുണ്ടായിരിക്കേണ്ട ഉന്നത മൂല്യങ്ങളെക്കുറിച്ച് ഈ ജുസ് നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ മആരിജിലെ 19 മുതൽ 35 വരെയുള്ള ആയത്തുകൾ ഇതാണ് വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധന ശൈലി, ത്യാഗങ്ങൾ, ശിർക്കിൻ്റെ ഉത്ഭവം, പ്രബോധിത ജനതയുടെ ധിക്കാര സമീപനം, നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകൾ എന്നിവയും ഈ ജുസ്ഇൽ പഠിപ്പിക്കുന്നു. മഹാന്മാരോടുള്ള അതിരുകവിഞ്ഞതും അന്ധമായതുമായ ബഹുമാനാദരവുകൾ, ഖബർ പൂജയിലേക്കും വിഗ്രഹപൂജയിലേക്കും ശാശ്വത വഴികേടിലേക്കും നടത്തുമെന്ന സന്ദേശം വ്യക്തമായും ഈ ജുസ് പഠിപ്പിക്കുന്നു. സൂറത്ത് നൂഹ് പൂർണ്ണമായും പഠിച്ചാൽ ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ജിന്നുകളെ സംബന്ധിച്ചും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചതും ഈ ജുസ്ഇൽ വിവരിക്കുന്നു. ജിന്നുകളോടുള്ള അഭയാർത്ഥനയും പ്രാർത്ഥനയും നടത്തൽ മുശ്രിക്കുകളുടെ വഴിപിഴച്ച ആദർശമാണെന്ന് പഠിപ്പിക്കുന്നു. ജിന്നിനോട് യാതൊരു തരത്തിലുള്ള സഹായാർത്ഥനയോ പ്രാർത്ഥനയോ നടത്താവുന്ന ഒരു സാഹചര്യവും സത്യവിശ്വാസികൾക്കില്ലെന്ന കാര്യം ഈ ജുസ് പ്രഖ്യാപിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു. ഞാൻ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോടല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണെന്ന് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആജ്ഞാപിക്കുന്നു. പള്ളികൾ അള്ളാഹുവിൻ്റേതാണെന്നും അതിൻ്റെ സ്ഥാപനോദ്ദേശം അവിടെ അള്ളാഹുവെ മാത്രം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമാണെന്ന പാഠം പഠിപ്പിക്കുന്നു. പള്ളികൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്താണോ അത് നിർവഹിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ടെന്ന കാര്യം ഈ ജുസ് നമ്മെ പഠിപ്പിക്കുന്നു. ആകാശത്തെ കട്ടുകേൾവി, അതിൻ്റെ പ്രതിരോധം എന്നിവയും പഠിപ്പിക്കുന്നു. സൂറത്ത് ജിന്ന് പൂർണ്ണമായും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ബോധ്യപ്പെടുന്നതാണ്. ഇസ്തിഗ്ഫാർ, തൗബ, തസ്ബീഹ്, തക്ബീർ എന്നിവയുടെ പ്രാധാന്യവും മഹത്വവും ഈ ജുസ് പഠിപ്പിക്കുന്നു. പ്രബോധന രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കേണ്ട സമീപനം, നിലപാട്, മൂല്യങ്ങൾ എന്നിവയും ഈ ജുസ്ഇൽ വിവരിക്കുന്നുണ്ട്. ആദർശ വിശുദ്ധി, ശാരീരിക വിശുദ്ധി, ദൈവസ്മരണ, ക്ഷമ, രാത്രി നമസ്കാരം, ആശയം ഗ്രഹിച്ച് അവധാനതയോടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, പരോപകാര തൽപരത, നിസ്വാർത്ഥത, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവ യഥാർത്ഥ പ്രബോധകനിലുണ്ടാവേണ്ട ഉത്തമ മൂല്യങ്ങളെന്ന് ഈ ജുസ് നമ്മെ പഠിപ്പിക്കുന്നു. ജമാഅത്ത് നമസ്കാരത്തിൽ ദുർബലരെ പ്രത്യേകം പരിഗണിക്കണമെന്ന ആഹ്വാനവും ഈ ജുസ് നമുക്ക് നൽകുന്നു.
മനുഷ്യർക്ക് സന്മാർഗവും ദുർമാർഗവും എന്തെന്ന് വ്യക്തമാക്കുകയും അവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഈ ജുസ് പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ഭക്തന്മാർ നേർച്ചയുടെ നേരായ രീതി സ്വീകരിക്കുന്നവരും പടച്ചവന് യഥാവിധം നേർച്ച പൂർത്തീകരിക്കുന്നവരുമാണ്. മനുഷ്യൻ്റെ വിരൽത്തുമ്പിലുള്ള ദൈവിക ദൃഷ്ടാന്തത്തെയും ഓർമ്മിപ്പിക്കുന്നു. സൂറത്തു മുസ്സമ്മില്, സൂറത്തുൽ മുദ്ദസ്സിർ, സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഖിയാമ എന്നീ സൂറത്തുകളിൽ ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. إنهم يرونه بعيدا ونراه قريبا. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിനെ ആദ്യന്ത്യം അടുത്തറിയാനുള്ള നമ്മുടെ ഈ പരിശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകാന്ത്യത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് സംഭവ ബഹുലമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് 29-ാം ജുസ്ഇന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. 29-ാം ജുസ്ഇന്റെ തുടക്കം ലോകത്തിൻ്റെ തുടക്കത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശ്രദ്ധയിൽ ആ വിഷയം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവാധിപത്യം ഏതൊരുത്തന്റെ കരങ്ങളിലാണോ അവൻ അനുഗ്രഹവാനായിരിക്കുന്നു എന്ന് പറഞ്ഞ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്.
തുടർന്ന് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെപ്പറ്റി പറഞ്ഞിട്ട് അള്ളാഹു സൂചിപ്പിച്ചത് പ്രവിശാലമായി അണ്ടകടാഹത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംവിധാനത്തെ കുറിച്ചാണ്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, കുറ്റമറ്റ രൂപത്തിൽ അന്യൂനമായി ഈ പ്രപഞ്ചത്തിനെ സംവിധാനിച്ചതിന്റെ പിറകിലേക്ക് ആലോചിക്കാനും പ്രപഞ്ചത്തിന്റെ തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കാനുമാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശങ്ങളെ ഒന്നിനു മീതെ ഒന്നായി അടുക്കടുക്കായി സംവിധാനിച്ചവനത്രേ പടച്ച തമ്പുരാൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പിൽ ഏറ്റക്കുറവ് കാണാൻ നിനക്ക് കഴിയില്ല. ഫഹൽ തറാ മിൻ ഫുതൂർ ഫർജിഅൽ ബസർ, നിന്റെ ദൃഷ്ടിയെ നീ ഒന്ന് മടക്കണം. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല വടവും നീ കാണുന്നുണ്ടോ ഈ പ്രപഞ്ചത്തിൽ, ഈ അണ്ടകടാഹത്തിൽ, ഈ ആകാശലോകത്ത് ഏതെങ്കിലും ഒരു ചെറു ന്യൂനത കണ്ടെത്താൻ മനുഷ്യരെ നിങ്ങൾക്കുണ്ടാകുമോ? സുമ്മർജിഅൽ ബസറ കറതൈൻ, 2 തവണ വീണ്ടും നിന്റെ ദൃഷ്ടിയെ നീ ഒന്നുകൂടെ പായിപ്പിക്കണം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മഹാത്മത്തിലേക്ക്, ഈ പ്രാപഞ്ചിക ലോകത്തേക്ക് നിന്റെ ചിന്തയെ, നിന്റെ കണ്ണുകളെ നീ ഒന്ന് കൊണ്ടുപോകണം. രണ്ടാമതൊന്നു കൂടി നീ അങ്ങോട്ടൊന്ന് നീ തിരിഞ്ഞു നോക്കണം. യൻഖലിബ് ഇലൈക്കൽ ബസർ ഖാസിഅൻ വഹസീർ, നിന്നനായി പരവശനായി നിന്നിലേക്ക് നിന്റെ ദൃഷ്ടി, നിന്റെ ചിന്ത മടങ്ങി വരും. ഒരു ന്യൂനതയും കണ്ടെത്താൻ, ഈ പ്രപഞ്ചത്തിൽ ഒരു പോരായ്മ കാണാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് അല്ലാഹു ആണയിട്ട് പറയുന്നു. 1382 കോടി പഴക്കമുണ്ട് ഈ പ്രപഞ്ചത്തിന് എന്നാണ് ഗോളശാസ്ത്രജ്ഞന്മാർ ഇപ്പോ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഖുർആൻ ആ ലോകത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ അതിന്റെ കൃത്യതയെപ്പറ്റി പറഞ്ഞതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഒടുക്കത്തെക്കുറിച്ച് മാത്രമല്ല ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്, തുടക്കത്തെക്കുറിച്ചും അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഒടുക്കത്തെക്കുറിച്ച്, അതിന്റെ അവസാനത്തെക്കുറിച്ച്, അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറ അൽ അംബിയാഇന്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു അന്യൂനമായി കുറ്റമറ്റ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചതെങ്ങനെ, സൃഷ്ടിപ്പ് തുടങ്ങിയതെങ്ങനെ എന്ന് അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അവലം യറല്ലദീന കഫറു, സത്യനിഷേധികൾ മനസ്സിലാക്കിയിട്ടില്ലേ? അന്നസ്സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ഈ പ്രപഞ്ചമൊട്ടുക്കും, കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ, അത് ഒരു പിണ്ഡമായിരുന്നു, ഒരു മാസായിരുന്നു, ഒരു കോസ്മിക് എഗ്ഗായി രൂപാന്തരപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത്. ഫഫതഖ്നാഹുമാ, എന്നിട്ട് അതിനെ രണ്ടിനെയും നാം പിളർത്തുകയാണ് ചെയ്തത് എന്ന് സൂറത്തുൽ അംബിയ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ആ ഒരു വലിയ മഹാവിസ്ഫോടനത്തിലൂടെ, ബിഗ് ബാങ് എന്ന് ശാസ്ത്രം അതിനെ പേരിട്ട് വിളിക്കുമ്പോൾ, ആ ഒരു കോസ്മിക് എഗ്ഗിന്റെ ശക്തിയേറിയ സാന്ദ്രതയാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ദ്രവ്യം അത് പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി വ്യാപിച്ചതിലൂടെയാണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളുമൊക്കെ രൂപാന്തരപ്പെട്ടത് എന്ന് ഇന്ന് മോഡേൺ സയൻസ്, അല്ലാഹുവിന്റെ ഖുർആൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അതിന്റെ ഉത്ഭവം ആ ഒരു ഫഫതഖ്നാഹുമാ, നാം അതിനെ പിളർത്തി, ഗോളങ്ങളും നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും ഗാലക്സികളും ക്ഷീരപഥങ്ങളും ഒക്കെയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ശരി, ഇങ്ങനെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള, ഇങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ അന്യൂനമായി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെ നിലനിൽക്കുമോ? ഇല്ലെന്ന് ഖുർആൻ. തുടങ്ങിയതുപോലെ ഒടുങ്ങുന്ന ഒരവസ്ഥയുണ്ട് എന്നും ഖുർആൻ, വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറ അൽ അംബിയ 104-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നു. യൗമ നത്വിസ് സമാഅ
വേദ ഗ്രന്ഥത്തിന്റെ ഏടുകളെ ചുരുട്ടുന്നത് പോലെ വാനലോകത്തെ, അന്തരീക്ഷത്തെ, ഈ പ്രപഞ്ചത്തിനെ നാം ചുരുട്ടുമെന്ന്. ആദ്യ പ്രാവശ്യം എങ്ങനെയാണോ അതുണ്ടായിരുന്നത് അതിലേക്ക് വീണ്ടും അതിനെ കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ ചുരുട്ടുന്ന വാനലോകത്തിനെ, ഭൂമിയെ, ഈ പ്രപഞ്ചത്തിനെ അല്ലാഹു കടലാസിനെ ചുരുട്ടുന്നത് പോലെ ചുരുട്ടുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗം എന്നാണ്. ആ ദിനത്തിന് അല്ലാഹു യൗമ നത്വിസ് സമാഅ എന്ന് പറഞ്ഞ ആ ദിവസത്തിന് അല്ലാഹു പ്രയോഗിച്ച പദപ്രയോഗം അസ്സാഅത്ത്. വിശുദ്ധ ഖുർആനിൽ 40 സ്ഥലത്ത് അസ്സാഅ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അന്ത്യത്തിന്, ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തിനെ സൂചിപ്പിക്കാൻ അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നു. അലിഫ് ലാമോട് കൂടി സാഅത്തിനെ അല്ലാഹു 40 സ്ഥലത്ത് പറയുമ്പോൾ വെറും സമയത്തെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ മണിക്കൂറെ സൂചിപ്പിക്കാൻ അലിഫ് ലാം കൂടാതെ സാഅത്ത് എന്നുള്ളത് 8 തവണ മാത്രമേ അല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ളൂ. 40 തവണയും അന്ത്യദിനത്തിനെയാണ് അസ്സാഅ എന്ന പദത്തിലൂടെ അല്ലാഹു സൂചിപ്പിച്ചത്. 3 ശൈലിയിൽ അല്ലാഹു അന്ത്യദിനത്തിനെ, അസ്സാഅത്തിനെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ശൈലി, ഏതൊരു മനുഷ്യനും ബോധ്യമാകുന്ന, ഏത് സാധാരണക്കാരനും വ്യക്തമാകുന്ന രൂപത്തിൽ അല്ലാഹു അതിനെ, ആ സാഅത്തിന്റെ സംഭവത്തിനെ, സംഭവ്യതയെ അല്ലാഹു വിശദീകരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 15-ാം വചനം, ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ, നിശ്ചയം അന്ത്യദിനം, അസ്സാഅത്ത് ആതിയത്തുൻ, അത് സംഭവിക്കുന്നതാണ്, വരുന്നതാണ്. അകാദു ഉഖ്ഫീഹാ, അതിനെ നാം ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഏതൊരാൾക്കും ബോധ്യമാകുന്ന ശൈലിയിൽ, ഏത് സാധാരണക്കാരനും അറിയുന്ന ശൈലിയിൽ, അറിയാവുന്ന ശൈലിയിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞു. ഇനി ഇത് കേട്ടിട്ടും സംശയാലുക്കളായി നിൽക്കുന്ന അങ്ങനെ ഒരു അന്ത്യമോ, അങ്ങനെ ഒരു അവസാനമോ, ഇത്ര കൃത്യമായി കുറ്റമറ്റ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചത്തിനൊരു നാശമോ സംശയം പ്രകടിപ്പിക്കുന്നവരോട് അല്ലാഹു സൂചിപ്പിച്ച ശൈലി മറ്റൊന്നാണ്. ഇന്നസ്സാഅത ലആതിയത്തുൻ, നിശ്ചയം അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ സംശയാലുക്കൾക്ക് ഒന്നുകൂടെ ദൃഢീകരിച്ചുകൊണ്ടാണ് ദൃഢമായ ഭാഷയിൽ അല്ലാഹു പ്രയോഗം നടത്തിയിരിക്കുന്നു. ഇനി ഇതൊക്കെയായിട്ടും അതിനെ നിരാകരിക്കുന്നവരോട്, നിഷേധിക്കുന്നവരോട്, തള്ളിക്കളയുന്നവരോട് ഇതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതിയാണ്, ഒരു അന്ത്യം, ഒരു ലോകാവസാനം, ഇതൊക്കെ പേടിപ്പെടുത്താനുള്ള, പ്രതീക്ഷ നൽകുന്ന ചില ആളുകളുടെ തട്ടിപ്പാണെന്ന് പറയുന്നവരോട് അല്ലാഹു സ്വീകരിച്ച ശൈലി മറ്റൊരു ശൈലിയാണ്. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിന്റെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു നിഷേധികളോട്, അതിനെ നിരാകരിക്കുന്നവരോട്, ആഖിറത്തിനെ തള്ളിക്കളയുന്നവരോട്, ലോകാവസാനത്തെ തള്ളിക്കളയുന്നവരോട് അല്ലാഹു സ്വീകരിച്ച ശൈലി ആ ശൈലിയാണ്. നിശ്ചയം അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, നിസ്സംശയം. അതാണ് ആ ശൈലി. ഇങ്ങനെ 3 ശൈലിയിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത വിഷയത്തിനെ അല്ലാഹു മനുഷ്യ മനസ്സിലേക്ക് തന്നിരിക്കുന്നു. ശരി, ഇതെപ്പോ സംഭവിക്കും? കുറെ കാലമായല്ലോ, ഒരുപാട് സഹസ്രാബ്ദങ്ങൾ അല്ല, കോടിക്കണക്കിന് വർഷം, 1500ഓളം കോടി വർഷം കഴിഞ്ഞു പോയില്ല. എന്നിട്ടും എന്തുകൊണ്ട് എപ്പോ സംഭവിക്കും, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? വിശുദ്ധ ഖുർആൻ അതിന് വ്യക്തമായ ഒരു മറുപടി നൽകുന്നുണ്ട്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സമയം അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയില്ലെന്ന് ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന വിഷയമാണ്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ മാ ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ് വഇന്നമാ അന നദീറും മുബീൻ. വയഖൂലൂന, അവർ പറയുകയാണ്,
പ്രവാചകരെ ചോദിക്കുകയാ, മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത്, എപ്പോഴാണ് ഈ സാഅത്തുണ്ടാകുന്നത്? ഖുൽ പറഞ്ഞേക്കണം പ്രവാചകരെ, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ പക്കൽ മാത്രമാണ്. വ ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമല്ലയോ. വിശുദ്ധ ഖുർആൻ 67 അധ്യായം സൂറ അൽ മുൽക്ക് 25-ാം വചനം നമ്മുടെ ജുസ്ഇൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആയത്താണിത്. പറഞ്ഞു കൊടുത്തേക്കണം, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന് മാത്രം. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 34-ാം വചനം, അല്ലാഹുവിന് മാത്രം സൂക്ഷ്മമായിട്ട് അറിയാവുന്ന അൽ മഗീബാത്തുൽ ഖംസ്, പടച്ചവന് മാത്രം അറിയാവുന്ന സൂക്ഷ്മമായിട്ട് അറിയാവുന്ന പരമരഹസ്യങ്ങളെ കുറിച്ച്, ഗൈബിയായ 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, എപ്പോഴാണ് ലോകാന്ത്യം സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവിന് മാത്രം സൂക്ഷ്മമായിട്ട് അറിയാവുന്ന ഇൽമാണത് എന്ന് അല്ലാഹുവിനെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 7-ാം അധ്യായം സൂറത്തു അൽ അഹ്റാഫിന്റെ 187-ാമത്തെ വചനത്തിൽ ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അതിന്റെ സമയം ഒരാൾക്കും അല്ലാഹു വ്യക്തമാക്കി കൊടുത്തിട്ടില്ല, വെളിവാക്കി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. 79-ാം അധ്യായം സൂറത്തു നാസിയാത്തിന്റെ 42-ാമത്തെ വചനത്തിലും 20-ാം അധ്യായം സൂറത്തു ത്വാഹ 15-ാം വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആവർത്തിക്കും. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാകുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. മനുഷ്യരിൽ ശ്രേഷ്ഠരാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാൻ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹല്ലറത്തിലേക്ക് സ്വഹാബത്തിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ മനുഷ്യരൂപത്തിൽ കടന്നു വന്ന സംഭവം ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി തആല അൻഹു തന്റെ സ്വഹീഹിൽ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ദീൻ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ജിബ്രീൽ മനുഷ്യരൂപം കൊണ്ട് വന്ന് പ്രവാചകനോട് ചോദിച്ച ചോദ്യം, ഓ നബിയെ എപ്പോഴാണ് അന്ത്യനാൾ എന്ന ചോദ്യമാണ് ഒരു ചോദ്യം. എപ്പോഴാണ് സാഅത്ത് ഉണ്ടാകുന്നത്? പ്രവാചകന്റെ മറുപടി എന്താണ്? മൽ മസ്ഊൽ അൻഹാ ബിഅഗ്ലമ മിനസ് സാഇൽ, ചോദിക്കുന്നവനേക്കാൾ ഒട്ടും ഉത്തമനല്ല, അറിവുള്ളവനല്ല ചോദിക്കപ്പെടുന്നവൻ. ചോദിക്കുന്നത് ആരാണ്? മലക്കുകളിൽ പ്രമുഖനാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ചോദിക്കപ്പെടുന്നത് ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചോദിക്കുന്ന ആൾക്കോ ചോദിക്കപ്പെടുന്ന ആൾക്കോ യാതൊരു അറിവും ആ വിഷയത്തിൽ ഇല്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഹോജമാർ വന്ന്, ഷെയ്ഖ്മാർ വന്ന്, തങ്ങന്മാർ വന്ന്, ബീവിമാർ വന്ന് ഇന്നാലിന്ന മസ്ജിദിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ന സ്വപ്നം കണ്ടു, ലോകാവസാനം സന്നിഹിതമായിരിക്കുന്നു, ഇന്ന നാളിൽ അത് സംഭവിക്കും, ഈ നോട്ടീസ് വിതരണം ചെയ്യണം, അറിയിക്കാതിരുന്നാൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുന്നത് ഇസ്ലാമിൽ നടക്കുന്ന സംഗതിയല്ല. ഒരാൾക്കും ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ അല്ലാഹു മറ്റൊരാൾക്കും ആ സമയം അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ശുഹദാ സ്വാലിഹുകൾക്കോ ഒരാൾക്കും ആ സമയം അറിയില്ലെന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലെന്ന് ഖുർആനാണ് പറയുന്നത്. പക്ഷെ ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, എപ്പോഴും സംഭവിക്കും, വളരെ പെട്ടെന്ന്. ഖുർആൻ പ്രയോഗിച്ച ശൈലി ഒരു പദമുണ്ട്, ബഗ്തതൻ. ഖുർആന്റെ പദപ്രയോഗം ഉണ്ട് അങ്ങനെ, ബഗ്തതൻ. ഖുർആൻ 13 സ്ഥലത്താണ് ആ പ്രയോഗം നടത്തിയത്, ബഗ്തതൻ എന്ന പദപ്രയോഗം. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? പൊടുന്നനെ, സഡൻലി, അൺഎക്സ്പെക്ടഡ്ലി, വിത്തൗട്ട് വാണിംഗ്, വാണിംഗ് ഇല്ലാതെ, അപ്രതീക്ഷിതമായി, ഫജ്അതൻ മിൻ ഗൈരി ലാ യഹ്തസിബ്, അപ്രതീക്ഷിതമായിരിക്കുമ്പോൾ പൊടുന്നനെ സംഭവിക്കുന്ന. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തു അൻ-നഹൽ 77-ാം വചനത്തിൽ അല്ലാഹു അതിനെ പറ്റി പറഞ്ഞത് എങ്ങനെയെന്നറിയോ? വമാ അംറുസ്സാഅ ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ്. വമാ അംറുസ്സാഅ, അന്ത്യദിനത്തിന്റെ ആ സാഅത്തിന്റെ കാര്യമല്ലാതെയല്ല, ഇല്ലാ കലംഹിൽ ബസരി, കണ്ണിമ വെട്ടുന്ന പോലെയല്ലാതെ, ഔ അഖറബ മിൻഹു, അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ.
കണ്ണിമ വെട്ടുന്നതിനേക്കാൾ സൂക്ഷ്മമായി, അതിനേക്കാൾ ചുരുങ്ങിയ അളവിൽ അത് സംഭവിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത്രയും പെട്ടെന്ന് പൊടുന്നനെ ഒരാൾക്കും മുന്നറിയിപ്പ് നൽകാതെ, വിത്തൗട്ട് വാണിംഗ്. അതുകൊണ്ടാണ് ഖുർആൻ ബഗ്തതൻ എന്ന പദപ്രയോഗം നടത്തിയത്. അതെപ്പോ ഫഇദാ നുഫിഖ ഫിസ്സൂർ, ഖുർആൻ സൂറ അൽ-ഹഖ 13-ാം വചനം. ഫഇദാ നുഫിഖ ഫിസ്സൂർ നഫ്ഖത്തുൻ വാഹിദ. സൂർ എന്ന കാഹളത്തിൽ ഒറ്റ ഊത്ത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു അങ്ങനെ പറഞ്ഞത്, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ. സൂറത്തു മുദ്ദസ്സിർ 8-ാം വചനത്തിൽ വീണ്ടും അല്ലാഹു പറയുന്നു ഫഇദാ നുഖിറ ഫിന്നാഖൂർ. കുഴലിൽ, കാഹളത്തിൽ മുട്ടപ്പെട്ട് കഴിഞ്ഞാൽ. ആ പ്രയോഗങ്ങളാണ് അല്ലാഹു നടത്തിയിട്ടുള്ള ഫഇദാ നുഫിഖ ഫിസ്സൂർ നുഖിറ ഫിന്നാഖൂർ. ആ പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. അല്ലാഹു അത്ര ഗൗരവത്തിലാണ് ആ വിഷയം പറയുന്നത്. അങ്ങനെ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖിസ്മൂൻ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഒരു ഘോര ശബ്ദമല്ലാതെ, അട്ടഹാസമല്ലാതെ പിന്നെ എന്താണ് അവർക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അവർ കുതർക്കവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ലോകത്തിന്റെ അന്ത്യത്തിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ തർക്ക കുതർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പൊടുന്നനെ അതവരെ പിടികൂടുമെന്ന്. വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അവരോട് വസിയത്ത് പറയാൻ, അവരോട് വിട ചോദിക്കാൻ, യാത്ര ചോദിക്കാൻ പോലും അവസരം ഉണ്ടാകൂല. പൊടുന്നനെ അത് സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അങ്ങനെ ആ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ, ഭീതിതമായ അവസ്ഥ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 29-ാം ജുസ്ഇൽ അല്ലാഹു സവിസ്തരം അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുർആൻ പ്രയോഗിച്ച ശൈലി അറിയോ നിങ്ങൾ? ആ ഘോരമായ ഭീതിതമായ അവസ്ഥക്ക് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ചില പദങ്ങളുണ്ട്. അൽ-ഹാഖ, മൽ-ഹാഖ, വമാ അദ്റാക മൽ-ഹാഖ, കദ്ദബത് സമൂദ് വആദും ബിൽ-ഖാരിഅ. ആ പ്രയോഗം അൽ-ഹാഖ, ആ പദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിനത്തിന്റെ, ആ സംഭവത്തിന്റെ ഭീകരതയെ അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു. അൽ-ഖാരിഅ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ആ സൽസല എന്ന പദം തന്നെ വറപ്പിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന ആ വാക്കാണ്. അത്വാമ്മത്തുൽ കുബ്റാ അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നു. സൂറത്തു നാസിയാത്തിൽ, സൂറത്തു അബസയിൽ അസ്സാഖ. ഈ പദങ്ങളൊക്കെയും സൂറത്തുൽ ഹജ്ജിന്റെ 1-ാം വചനം ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. ആ സാഅത്തിന്റെ പ്രകമ്പനം ഘോരമായ കാര്യമാണ്. യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. എത്ര ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം പഠിപ്പിക്കുന്നത്. യൗമ തറൗനഹാ, നിങ്ങളതിനെ നോക്കിക്കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിയും തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധരായി പോകുന്ന ദിവസമാണ്. എന്തുകൊണ്ട് അല്ലാഹു ആ പ്രയോഗം നടത്തിയത്? മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ജീവിയും അതിൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അശ്രദ്ധയിലായി പോകുന്നു. തെരുവുപട്ടികളുണ്ടല്ലോ,
തെരുവീഥികളിൽ പ്രസവിച്ച് കിടക്കുന്ന ഈ തെരുവ് പട്ടികൾ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കണം. അപ്പോൾ അറിയാം ആ ജീവിയുടെ ശൗര്യവും അതിൻ്റെ ഭീകരമായ മുഖവും അപ്പോഴറിയാം. ഏത് ജീവിയും കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെന്നാൽ തള്ള ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അവയെ രക്ഷിക്കാനും സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടും തള്ളമാർ, അവരുടെ ഉമ്മമാർ, അമ്മമാർ അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷേ ആ ഘോരമായ ശബ്ദം വന്നാൽ, അന്ത്യദിനത്തിന്റെ പ്രകമ്പനം വന്നാൽ, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ അമ്മമാരും തങ്ങളുടെ കിടാങ്ങളെ കുറിച്ച് അശ്രദ്ധയിലായി പോകുന്ന ദിവസമാണ്. ഗർഭവതികളായ ഓരോ സ്ത്രീയും അറിയാതെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. ജനങ്ങളെ മത്ത് പിടിച്ചവരെ പോലെ, ലഹരി ബാധിതരെ പോലെ നിനക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർക്ക് ലഹരി പിടിപെട്ടതല്ല. ഈ ഭീകരമായ ദിവസത്തിന്റെ ഗൗരവപൂർണമായ നിമിഷത്തിലാ. അല്ലാഹുവിന്റെ ഖുർആൻ ചേർത്ത് പറയുന്നു. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം ഉണ്ടായതെന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ആയത്തിന്റെ അവതരണം ഉണ്ടായപ്പോൾ ഇന്നേവരെ മുമ്പോ ശേഷമോ ഞങ്ങൾ അതുപോലെ കരഞ്ഞിട്ടില്ല. പകലന്തിയോളം ശത്രുക്കളുമായി പടവട്ടിയിട്ട് അന്ത്യയുടെ അന്ത്യയാമത്തിൽ വിശ്രമിക്കാനിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ പിന്നീട് ഞങ്ങൾക്കന്ന് ഉറക്കം വന്നിട്ടില്ല. കരഞ്ഞ കലങ്ങിയ കണ്ണുമായി കൽബുമായി പിടക്കുന്ന കൽബുമായിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത്. സഹാബത്ത് പറയുന്നുണ്ട് അത്രയും ഗൗരവമുള്ളതാണ്, ഘോരമാണ് പ്രസ്തുത വിഷയമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ആ ദിവസം വന്നാൽ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, പ്രകമ്പനം കൊള്ളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. സൂറത്തുൽ ഖിയാമ മനുഷ്യൻ പറയും, യഖൂലുൽ ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ. എവിടെയാണ് ഇനി രക്ഷയുള്ളത്? എങ്ങോട്ടാണ് ഓടേണ്ടത്? പ്രാണരക്ഷാർത്ഥം എങ്ങോട്ട് പായണം? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. വികാര വിജൃംഭിതമായ ഭാഷയിൽ ഖുർആൻ ആ വിഷയം പരിചയപ്പെടുത്തുന്നു. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട്, ചോരയെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത്. വസ്വാഹിബതിഹി വബനീഹി. തൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയായ കളിക്കൂട്ടുകാരിയെ, സഹധർമ്മിണിയെ, പ്രിയതമനെ വിട്ടിട്ട്, മക്കളെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത്. വസ്വാഹിബതിഹി വബനീഹി. ഉപ്പാനെയും ഉമ്മാനെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത്. കൂട്ടുകാരെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത്. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോരുത്തർക്കും അവനവന്റെ കാര്യം തന്നെ മതിയായതാണ്. തൻ്റെ കാര്യത്തെക്കുറിച്ച് ഭയവിഹ്വലമായി ഓടിപ്പോകുന്ന സമയമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ദിവസത്തിന്റെ, ആ ഗൗരവപൂർണമായ ഈ വിഷയത്തിന്റെ അന്നത്തെ അവസ്ഥ എന്താണ് എന്ന്, ഭൂമിയുടെ അവസ്ഥ എന്തെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആകാശത്തിന്റെ അവസ്ഥ എന്തെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. ഭൂമിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? എന്താണ് ഭൂമി? ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യൂനമായ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഈ ഭൂമി മെത്ത പോലെ വിധാനിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറ 22-23 ആയത്തുകൾ അല്ലാഹു വിശദീകരിച്ചതുപോലെ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. ഓടാൻ, ചാടാൻ, നടക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ, സ്വച്ഛന്തമായി വിഹരിക്കാൻ പോകുന്ന രൂപത്തിൽ ഭൗമാന്തരീക്ഷത്തിനെ മെത്ത പോലെ സജ്ജീകരിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, അവനത്രേ ഭൂമിയെ നിങ്ങൾക്ക് ഖറാറാക്കി തന്നവൻ. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നവൻ. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൽ മുൽക്കിൽ വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, ദലൂലൻ. അല്ലാഹു ഇതിനെ നമുക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ അഖിലാണ്ടത്തിൽ, ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെട്ടിടത്തോളം ഭൂമിയിലല്ലാതെ മറ്റൊരു സ്ഥലത്തും ഒരു ഗോളത്തിലും ആവാസ വ്യവസ്ഥക്ക് അനുഗുണമായ സംവിധാനങ്ങളില്ല.
ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെട്ടിടത്തോളം ഈ ഭൂമി ലോകത്തല്ലാതെ മറ്റെവിടെയും ജീവജാലങ്ങൾക്ക് വസിക്കാൻ പോകുന്ന സംവിധാനങ്ങളില്ല. എന്തുകൊണ്ട്? അത്രയും നല്ല രൂപത്തിലാണ് ഈ ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ആവാസ വ്യവസ്ഥയും മനുഷ്യന്റെ ജീവിതത്തിന് മാത്രമല്ല, ജീവജാലങ്ങളുടെ ഈ പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങൾ, ജന്തുക്കൾ, സസ്യലതാദികൾ, സകല വസ്തുക്കളുടെയും ആവാസ വ്യവസ്ഥക്ക് അനുഗുണമായി ഭൂമിയെ സജ്ജീകരിച്ചു വച്ചിരിക്കുന്നു. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള കൃത്യമായ ദൂരം 14,94,00,000 കിലോമീറ്റർ ശരാശരി. ആ കൃത്യമായ അളവ് ഇവിടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ കാരണമായിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണമുണ്ട്. നമ്മെയും കൊണ്ട് ഈ ഭൂമി ഒരു മണിക്കൂറിൽ 1680 കിലോമീറ്റർ വേഗതയിൽ ഭ്രമണം കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭ്രമണത്തിന്റെ പരിണിതിയായിട്ടാണ് നമ്മൾ രാപ്പകലുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മെയും കൊണ്ട് ഈ ഭൂമി സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിനെ ആന്റി ക്ലോക്ക് വൈസിൽ അപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആന്റി ക്ലോക്ക് വൈസിൽ പരിക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിൽ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് കറക്കത്തിനിടയിൽ ഈ സൗരയൂഥം, നമ്മുടെ സൂര്യനും ഈ അതിന്റെ 8 ഗ്രഹങ്ങളെയും കൊണ്ട് നമ്മുടെ സൂര്യൻ അതിന്റെ ഒരു കേന്ദ്രത്തിലേക്ക് ഒരു സെക്കൻഡിൽ 250 മൈൽ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കറക്കത്തിനിടയിൽ നാം തെറിച്ചു പോവാതെ നമ്മുടെ ജീവിത വ്യവസ്ഥക്ക് അനുഗുണമായി ഭൗമാന്തരീക്ഷത്തിൽ സജ്ജീകരിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ ഈ സംവിധാനം താറുമാറാകുന്ന ദിവസം, അതിനെ ഖുർആൻ പറഞ്ഞത് ഈ സംവിധാനമൊക്കെ താറുമാറാകും. ഫൈദാ നുഫിഖ ഫിസ്സൂർ നഫ്ഖത്തുൻ വാഹിദ വഹമലത്തിൽ അർളു വൽ ജിബാൽ ഫദുക്കതാ ദക്കത്തും വാഹിദ. ആ ഖുർആൻ നടത്തിയുള്ള പദപ്രയോഗം ഒന്ന് നോക്കണം. സൂറ അൽ-ഹഖ 13-14 വചനങ്ങൾ. ഫൈദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, നഫ്ഖത്തുൻ വാഹിദ, ഒറ്റ ഊത്ത്, വഹുമിലത്തിൽ അർളു വൽ ജിബാൽ, ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുത്തിട്ട് തട്ടിത്തരിപ്പണമാക്കാൻ, പൊട്ടിച്ചിതറാൻ. നിമിഷാർത്ഥത്തിന്റെ ഒരു സമയം, ഒരു ചെറിയ മൈക്രോ സെക്കൻഡിൽ എല്ലാം ഇത് തട്ടിത്തരിപ്പണമാവുകയാണ്. അൽ-വാഖിഅ 4-ാം വചനം. ആ പദത്തിൽ അതിന്റെ പ്രകമ്പനം അല്ലാഹു ഉൾക്കൊള്ളിച്ചു. കെട്ടുകിട്ടാ വിറപ്പിക്കപ്പെടും. ഭ്രമണം, പരിക്രമണം, സൗരയൂഥത്തിന്റെ ഭ്രമണം, കറക്കം തുടങ്ങി എല്ലാ കറക്കവും എല്ലാ സംവിധാനങ്ങളും താറുമാറായി ഭൂമി ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. സൂറത്തുൽ സൽസല ആദ്യ 5 ആയത്തുകൾ ഖുർആൻ വിശദീകരിക്കുന്നു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹാ, ഭൂമി അതിന്റെ അകത്തളങ്ങളിലുള്ളത് പുറത്തേക്ക് തള്ളിയാൽ, പുറത്തെടുത്താൽ. ഭൂമിയുടെ അകത്തെന്താ ഉള്ളത്? കേവലം 12 കിലോമീറ്റർ മാത്രമാണ് ഈ ഭൂമിയുടെ പുറന്തോടിന്റെ ഭൂവൽക്കത്തിന്റെ ഘനം എന്ന് പറയുന്നത്. ആ പുറന്തോടിനകത്തുള്ള ഇതിനകത്തുള്ള മാസിന്റെ ദ്രവ്യത്തിന്റെ ഒരു വലിയ ശേഖരമുണ്ട്. അവിടെയുള്ള സമ്മർദ്ദം, അത് ഇരട്ടിക്കരട്ടിയായ മർദ്ദം പുറത്തേക്ക് ഭൂമിയുടെ പാളിയിലേക്ക് പ്രയോഗിച്ചാൽ, ഈ പാളിക്ക് വിള്ളൽ സംഭവിച്ച്, പൊട്ടൽ സംഭവിച്ച് അകത്തുള്ള ദ്രവ്യങ്ങൾ, അകത്തുള്ള വസ്തുക്കൾ ലാവ എന്നോണം മറ്റു പദാർത്ഥങ്ങളായി പുറത്തേക്ക് തള്ളും. ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, ഭൂമിയിൽ മുഴുക്കയും അതിന്റെ അസ്ഖാലുകൾ. ഖുർആന്റെ പ്രയോഗം പഠിക്കണം നമ്മൾ. ഖുർആന്റെ ആ പ്രയോഗം പഠിക്കണം. അതിന്റെ ഭാരം അല്ലാഹു പുറത്തേക്ക് തള്ളും, ഭൂമി പുറത്തേക്ക് തള്ളും. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യൻ പറയും ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു, എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മനുഷ്യൻ നെട്ടോട്ടമോടുമെന്ന് ഖുർആൻ. ഭൂമിക്ക് വരുന്ന മാറ്റമാണത്. എന്നിട്ട് തട്ടിത്തരിപ്പണമായി മറ്റൊരു പ്രതലമായി ഭൂമി മാറ്റപ്പെടുമെന്ന് ഖുർആൻ.
ഈ ഭൂമിയിലെ ബാലൻസ് കീപ്പ് ചെയ്യാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള പർവ്വതങ്ങളുണ്ട്. ആണിയായി കുറ്റിയായി അള്ളാഹു സംവിധാനിച്ച ജിബാൽ. ആ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ജിബാല ഔതാദ. ഖുർആൻ പറഞ്ഞ അങ്ങനെയല്ലേ? വൽ ജിബാല ഔതാദ. മലകളെ ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള ആണിയായി കുറ്റിയായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ഈ സ്റ്റാൻഡ് ഇങ്ങനെ നിലനിൽക്കുന്നത് ഒരുപാട് ആണികൾ അടിച്ചിട്ട് ഇതിനെ ഭദ്രമാക്കിയിട്ടാണ്. ഇതിന്റെ ഓരോ ആണികളും ഊരിയെടുത്താൽ പിന്നീട് അത് തകർന്നു വീഴും എന്നതുപോലെ ഭൂമിയുടെ ആണികളാകുന്ന പർവ്വതങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് ഖുർആൻ വബുസ്സത്തിൽ ജിബാലു ബസ്സാ വകാനത്തിൽ ജിബാലു കസീബൻ മഹീലാ. വ്യത്യസ്ത ശൈലിയിൽ ആ സംഭവത്തെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. വബുസ്സത്തിൽ ജിബാലു ബസ്സാ. പർവ്വതങ്ങളെ ഇടിച്ച് പൊടിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ സൂറ അൽ വാഖിഅ 5-ാം വചനം വകാനത്തിൽ ജിബാലു കസീബൻ മഹീലാ. പർവ്വതങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നീങ്ങിക്കൊണ്ടിരിക്കുന്ന മണൽക്കൂന പോലെ. മരുഭൂമിയെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. കാറ്റടിക്കുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീങ്ങിക്കൊണ്ടിരിക്കുന്ന മണൽക്കൂന പോലെ അതിങ്ങനെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് പൊടിപൊടിയായി പർവ്വതങ്ങൾ മാറ്റപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ. വതകൂനുൽ ജിബാൽ കൽഇഹ്നിൽ മൻഫൂസ്. കടഞ്ഞ ആട്ടിൻ രോമങ്ങളെ പോലെ പർവ്വതങ്ങളായിത്തീരുന്ന ദിവസം. സൂറ അൽ ഖാരിഅ. ഇങ്ങനെ ഭൂമി അതിന്റെ മുകളിലുള്ള ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ പർവ്വതങ്ങൾ ഇതൊക്കെ ഇടിച്ച് പൊടിച്ച് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകാശമുണ്ടല്ലോ, അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന മലയാളത്തിന്റെ മഹാകവി നാലപ്പാട്ട് നാരായണൻ മേനോൻ അദ്ദേഹത്തിന്റെ ആ വരികളെ പോലെ ഇത്രയും പ്രവിശാലമായി കിടക്കുന്ന ഈ അണ്ടകടാഹം, ഈ ആകാശത്തിന്റെ അനന്തതയെ കണ്ടെത്താൻ, വിദൂരതയെ കണ്ടെത്താൻ ഇന്നവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. 400 പ്രകാശവർഷം അപ്പുറത്തുള്ള നക്ഷത്ര വ്യൂഹങ്ങളെ തൊട്ടടുത്ത കഴിഞ്ഞ കാലങ്ങളിലാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുവാണ് പ്രകാശം. അത് 400 പ്രകാശം സഞ്ചരിച്ചാലെത്താവുന്ന അത്രയും വിദൂരതയിൽ കിടക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഇന്നാ സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ്. ഒന്നാം ആകാശത്തിന്, ഭൂമിയോടടുത്ത ആകാശത്തിനെ വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു എന്ന് അൽ മുൽക്ക് സൂറ അൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഈ ഭാഗത്ത് ആ ഒന്നാം ആകാശത്തിന്റെ ഭാഗമാണിത്. അതിനപ്പുറത്താണ് അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ. അതിനപ്പുറത്തേക്ക് ആകാശത്തിന്റെ വിസ്തൃതി എത്രയാണ്? മധുസൂദനൻ നായരുടെ അതിനുമപ്പുറം എന്താണ് എന്ന് പറയുന്ന ഒരു നല്ല ഒരു കവിതയുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച്, ഈ ആകാശത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമ്പിളിമാമനും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളും ഈ താരങ്ങളുമൊക്കെ അതിനപ്പുറത്ത് എന്താണ് എന്നൊരു ചോദ്യം അദ്ദേഹം തന്റെ കവിതയിലൂടെ അതിനുമപ്പുറം എന്താണ്, അതിനുമപ്പുറം ഈ ആകാശത്തിനപ്പുറം എന്താണ് എന്ന ചോദ്യം മനുഷ്യൻ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആകാശ ലോകം അത് അത് പൊട്ടിപ്പിളരുമെന്നാണ്, തട്ടിത്തകർക്കപ്പെടും. ഖുർആനിന്റെ ഒരു പ്രയോഗം 16-ാം വചനം അല്ലാഹു സൂചിപ്പിക്കുന്നു. ആകാശം പൊട്ടിപ്പിളരും. അത് ദുർബലമായിരിക്കും. എല്ലാ ബന്ധങ്ങളും എല്ലാ കണക്ഷനും വിച്ഛേദിക്കപ്പെട്ട് അത് വിശുദ്ധ ഖുർആൻ സൂറ റഹ്മാൻ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിൽ സൂചിപ്പിച്ചതുപോലെ
ഫകാനത് വർദതൻ കദ്ദിഹാൻ. ആകാശം പൊട്ടിപ്പിളരും. എല്ലാ ആകർഷണങ്ങളും പരസ്പരമുള്ള ബന്ധങ്ങളും നക്ഷത്രങ്ങൾ തമ്മിലുള്ള ആകർഷണവും വികർഷണവുമാണ് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത്. ഖുർആൻ പറഞ്ഞ കാര്യമാണത്. ആകാശലോകത്തിനെ കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശലോകത്തിനെ അല്ലാഹു സംവിധാനിച്ചു വച്ചിരിക്കുന്നു. ഈ പരസ്പരാകർഷണവും വികർഷണവുമായിരിക്കുന്ന ഈ തൂണുകളുടെ ബന്ധം എല്ലാം തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആകാശം പൊട്ടിപ്പിളർന്നാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വൻസഖത്തി സമാ ഫഹിയ യൗമഇദിൻ വാഹിയ, അത് ദുർബലമായിരിക്കും. യൗമ തമൂറു സമാഉ മൗറാ. സൂറത്തുൽ തൂർ 9-ാം വചനം. ഇദ സമാഉ ഫതറത്, ആകാശം പൊട്ടിപ്പിളർന്നാൽ. സൂറത്തുൽ ഇൻഫിത്വാർ. ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്നു. ഇതാണ് ആ ദിനത്തിന്റെ ഗൗരവമെന്ന്, സംഭവങ്ങളെന്ന്, സംഭവ്യതയെന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. ഈ ഭൂമിക്ക് വിളക്കായി നിൽക്കുന്ന നമ്മുടെ സൂര്യൻ, ആ സൂര്യൻ എന്ത് സംഭവിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂര്യൻ കെട്ടുപോകുമെന്ന് ഖുർആൻ. സൂര്യൻ ഹൈഡ്രജൻ ആറ്റങ്ങളെ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന രാസപ്രവർത്തനം സൂര്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ. ആറ്റങ്ങളെ സംയോജിപ്പിച്ചിട്ട് ഊർജത്തെ പുറത്തേക്ക് തള്ളുന്ന പ്രവർത്തനം സൂര്യൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഹൈഡ്രജൻ ആറ്റങ്ങളെ, ഒരുപാട് ആറ്റങ്ങളെ ചേർത്തിട്ട് ഹീലിയത്തിന്റെ കണികകളാക്കി മാറ്റുമ്പോൾ അവിടെ ഉത്സർജിക്കപ്പെടുന്ന ഊർജമാണ് നമ്മളിപ്പോ സൂര്യപ്രകാശത്തിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, സൂര്യനിലുള്ള ഹൈഡ്രജൻ അതിന്റെ അളവ് നശിച്ച് കുറഞ്ഞ് സൂര്യൻ അവസാനം ഭൂമിയിലേക്കുമല്ല സകലത്തിലേക്കും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് വന്ന് സൂര്യൻ കെട്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. വഖസഫൽ ഖമർ വജുമിഅ ശംസു വൽ ഖമർ, സൂറ അൽ ഖിയാമ 8-9 ആയത്തുകൾ. വഖസഫൽ ഖമർ, ചന്ദ്രൻ കെട്ടടങ്ങും, ഗ്രഹണം ബാധിക്കും. ചന്ദ്രന്റെ വെളിച്ചത്തിന് നിദാനം സൂര്യന്റെ ഊർജവും പ്രകാശവുമാണ്. നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ട കാര്യമല്ല. സൂര്യന്റെ പ്രകാശം ഇല്ലാതായാൽ ചന്ദ്രൻ നിലനിൽപ്പില്ല. എന്നാൽ സൂര്യനും ചന്ദ്രനും യോജിക്കുമെന്ന്, കൂടിച്ചേരുമെന്ന് സൂറത്തുൽ ഖിയാമയിൽ. സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടും, കെട്ടടങ്ങും. സൂര്യന്റെ പ്രഭ ഇല്ലാതായി അത് കെട്ടടങ്ങും. നിർത്തിയില്ല ഖുർആൻ. നക്ഷത്രങ്ങളൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, സൂറത്ത് യാസീൻ പറഞ്ഞതുപോലെ അവയുടേതായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓർബിറ്റിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാ ബന്ധവും വിട്ടിട്ട് എല്ലാം തകർന്നിട്ട് ഉതിർന്നു വീഴും. അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകിയ സുന്ദരമായ ഒരു ഉദാഹരണമുണ്ട്. അത് പ്രവാചകൻ സൂചിപ്പിച്ചത് മുത്തുമണികളാൽ കോർത്ത ഒരു മാലയെ കുറിച്ചാണ്. അതിനെ അങ്ങ് കണ്ടിച്ചാൽ അതിൽ നിന്ന് എങ്ങനെയാണോ മുത്തുകൾ ഊർന്നു വീഴുന്നത് എന്നതുപോലെ ഒന്നിനു പിറകെ ഒന്നായി പൊടുന്നനെ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇതൊക്കെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമുക്ക് ഇന്ത്യയുടെ ISRO, ലോകത്ത് തന്നെ പ്രശസ്തമായി നിൽക്കുന്ന നമ്മുടെ വാന നിരീക്ഷണ, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ISRO ഉണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് സർ, അദ്ദേഹം പറയുന്നത്, ഇന്റർവ്യൂവിൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും? തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും. കാരണം സൂര്യൻ അവസാനിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. എത്ര കാലം? സൂര്യന്റെ ആയുസ് 15 ബില്യൺ ഇയേഴ്സ് വർഷമാണ്. ഭൂമിക്ക് ഇനി എത്ര കാലമുണ്ട്? അതിന്റെ സൂര്യന്റെ ഇതുവരെയുള്ള ആയുസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 ബില്യൺ വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ട് എന്നാണ് കണക്കാക്കിയത്. എന്റെ ഓർമ്മ ശരിയാണ്, കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മ. തലമുറകൾ ഇനി ബാക്കി. അപ്പൊ 4 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്, പേടിക്കൊന്നും വേണ്ട. പക്ഷെ സൂര്യൻ ഈ 4 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ അതിന് മുമ്പ് തന്നെ ഭൂമി ഇല്ലാതാവും. കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർദ്ധിക്കും. വർദ്ധിച്ച് അത് ഭൂമിയുടെ
അതിന്റെ ഭ്രമണപഥത്തിന്റെ അത്രയും വലുതാകും, അതിനും അപ്പുറം കടന്നു താപനില കൂടും. അപ്പൊ ഭൂമി സൂര്യന്റെ ഉള്ളിലാകും. അപ്പോ ആ സമയത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളൊന്നും ഇല്ലാതാകും. അത് വീണ്ടും കത്തിത്തീരുമ്പോൾ വീണ്ടും ചെറുതായി ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് സൂര്യൻ മാറും. അന്ന് സൂര്യൻ അവസാനിക്കും. ഭൂമിയിൽ നിന്ന് മാറി മനുഷ്യന് താമസിക്കാവുന്ന വേറെ വല്ലതും ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. ഒരു മുഫസ്സിർ അല്ല ഈ വ്യാഖ്യാനിക്കുന്നത്, ഒരു ഖുർആനിന്റെ വ്യാഖ്യാനമല്ല ഈ നടത്തുന്നത്. ഇന്ത്യയുടെ അഭിമാനമായിരിക്കുന്ന ISROയുടെ ചെയർമാൻ ഡോക്ടർ എസ് സോമദാസ് സാറാണ് ഈ സംസാരിച്ചത്. ലോകത്തോടാണ് പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കും. ഇത് നൂറ്റാണ്ടുകൾ 14 മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കണിശമായി കൃത്യമായി ആ സംഭവ വികാസങ്ങളെ വളരെ കൃത്യമായ രൂപത്തിൽ നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. ശരി, പ്രവാചകന്റെ തിരുഹലറത്തിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്ന സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു തന്റെ സ്വഹീഹിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മത സഅ, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? റസൂലുള്ളാഹിയുടെ ഒരു മറു ചോദ്യമുണ്ട്, മാദാ അഗ്ദത ലഹാ, എപ്പോൾ സംഭവിക്കട്ടെ, ഇതെപ്പോൾ സംഭവിച്ചാലും എന്താണ് അതിനു വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ചോദ്യം. ആ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. അല്ലയോ ഈമാനുള്ളവരെ, ഇതെല്ലാം ബോധ്യമാകുന്നവരെ, പടച്ചവനെ കണ്ടെത്തുന്നവരെ, ഇതിലൂടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നാഥനെ കണ്ടെത്തുന്നവരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഉദിൻ, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് ഓരോ നഫ്സും ഓരോ ശരീരവും ഓരോരുത്തരും ആലോചിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. മനുഷ്യരോടാണ് അല്ലാഹു ഈ പറച്ചിൽ പറഞ്ഞത്, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന്. നാളെ എന്ന പദപ്രയോഗം നാളെ തൊട്ടടുത്ത നിമിഷത്തിൽ സംഭവിക്കാനിരിക്കുന്നതാവാം ഇത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതിന് വേണ്ടി, ആ ആഖിറത്തിന് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്നുള്ള ആലോചനയായിരിക്കട്ടെ നമ്മുടെ ഈ പഠനത്തിൽ നമുക്ക് അവസാനമായി ഉണ്ടായിരിക്കേണ്ടത്. ഇതിന്റെ 29 ജുസ്കൾ നമ്മൾ പിന്നിടുമ്പോൾ ഇൻഷാ അല്ലാഹ് 30ാമത്തെ ജുസ് നാളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ 30 ജുസ്കളിലൂടെ നമ്മൾ കടന്നു വന്നിട്ട് നമുക്കെന്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചന നടത്തണം. ഇനിയുള്ള ശിഷ്ടകാലം ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം, ഈ ഖുർആൻ പ്രതിപാദിക്കുന്ന ഈ ഖുർആൻ പുറത്തേക്ക് വിടുന്ന ഈ വെളിച്ചം അത് ഉൾക്കൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, നമ്മൾ നന്നാവാൻ, നാളേക്ക് വേണ്ടി നമ്മൾക്ക് സമ്പാദിക്കാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അവസാനത്തിന് വേണ്ടി, ലോകാവസാനത്തിന് വേണ്ടി നമ്മൾ ധൃതി പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസാനം എപ്പോഴായിരിക്കും അതിനു വേണ്ടി പണിയെടുക്കാൻ ആയുസിന്റെ ശിഷ്ടകാലം നമ്മൾ വിനിയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ-റഹീമായ അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടെ സ്വാലിഹായ അമലായി നമ്മിൽ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ നാഥ. അർഹമർ-റഹീമായ നാഥ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തിക പരാധീനതകളാൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് ദുനിയാവിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോകുമ്പോൾ കലിമ ഉരുവിട്ട് മരിക്കുന്ന വിശ്വാസികൾ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തണേ അർഹമർ-റഹീമായ അല്ലാഹുവേ. ഞങ്ങൾ ഏവരെയും നീ അവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് സന്തോഷവാന്മാരായി കടന്നു ചെല്ലുന്ന സ്വാലിഹുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ വശ്ഫി അംറാദനാ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആനൽ അസീമ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ യാ അർഹമർ الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. وصلى الله على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.